നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം പറഞ്ഞു തരുന്നതെല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. 100% ഉറപ്പോടുകൂടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പല 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 വെറൈറ്റീസ് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ടല്ലോ. മുടി സിൽക്കി ഹെയർ അല്ലേ, സിൽക്കി ആവാനുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കൂടുതലും അലോവരയുടെ പാക്ക് വളരെ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. മുടി ഇല്ലാത്തവർക്കൊക്കെ തിക്നെസ് ആയിട്ടൊക്കെ വരും. അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. ഇപ്പോൾ 2 തരം അലോവര ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് കണ്ടോ, അലോവര എപ്പോഴും പറയാറുണ്ട് മുറിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ ദ്രാവകം, മഞ്ഞ കളർ കണ്ടോ, മഞ്ഞ കളറാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ദ്രാവകത്തിൻ്റെ കളറാണ് കേട്ടോ അത്. ആ മഞ്ഞ കളറ് പോകും നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട്. എന്നിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ മുഖത്താണെങ്കിലും തലയിലാണെങ്കിലൊക്കെ നമുക്ക് ചൊറിച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തന്നത്, ഈ പരിചയപ്പെടുത്തിയത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന അലോവരയാണ് കേട്ടോ. അപ്പോൾ ഈ അലോവര 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് റെഡ് അലോവര. കണ്ടോ, ഇതിൻ്റെ കളർ ചുമപ്പ് കളറായിട്ട് വരും. കണ്ടോ, മുറിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം ചുമന്ന കളറായിട്ട് വരും. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ജെല്ലിൻ്റെ ഭാഗമൊക്കെ കണ്ടോ, റെഡ് കളറാണ്. ഈ വെള്ളത്തിന് അതുപോലെ റെഡ് കളർ വന്നുകൊണ്ടിരിക്കും. കണ്ടോ, ഇതാണ് റെഡ് അലോവര എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഔഷധമുള്ളതാണ് കേട്ടോ, ആയുർവേദ ഇതിൽ പെടുന്നതാണ്. നമുക്ക് ഈ റെഡ് അലോവര കുറച്ചുകൂടി റിസൾട്ട് കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ 2 കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഒരേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ആദ്യം ചെയ്യേണ്ടത്, ഇത് മുറിച്ച ഉടനെ വെള്ളത്തിൽ ഇറക്കി വെക്കാം. അതിൻ്റെ ഉള്ളിലുള്ള ആ ദ്രാവകമൊക്കെ പോയിട്ട് വേണം 2 സൈഡിലുള്ള ഇതുപോലെ 2 സൈഡിലുള്ള മുള്ളുകൾ കേട്ടോ, ഈ മുള്ളുകൾ കട്ട് ചെയ്ത് കളയാം. ഇതും അതേ വലിപ്പം എത്തും കേട്ടോ, അതേ വലിപ്പം എത്തും. ഇതിൻ്റെ ലീഫും നല്ല വലിപ്പത്തിലുള്ളതായിരിക്കും കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വലുതുണ്ടാവും കേട്ടോ ഇതുപോലെ തന്നെ. അപ്പോൾ ഈ സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്ലൈ ചെയ്യുന്ന വിധം. അപ്പോൾ ഈ പുതിയതായിട്ട് വന്നവർ കണ്ടിട്ടില്ല, അത് കാരണം കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ വെള്ളമാണ് കേട്ടോ അത്. നമ്മൾ ഇതിൻ്റെ മഞ്ഞ ദ്രാവകം പോയി. അപ്പം നമുക്കിത് പീസായിട്ട് എടുക്കാം കേട്ടോ. പീസായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ 2 വശത്തിലുള്ള മുള്ള് കേട്ടോ, ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ് കേട്ടോ. 2 വശത്തെ മുള്ള് ഇതുപോലെ നമ്മൾ കളഞ്ഞിട്ട് ഇതിൻ്റെ പുറംതൊലി ഇതുപോലെ കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന്ന് ജെല്ലെടുത്ത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന നമ്മുടെ അലോവര. ഇത് റെഡ് അലോവരയാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് ഇതാണ്, റെഡാണ്. ഇത് കുറച്ചു നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റെഡ് കളർ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇത് മുറിക്കുമ്പോൾ നമുക്ക് വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ ധാരാളം ജെല്ലുണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അലോവരയെക്കാളും കൂടുതൽ ജെല്ല് ഒഴുകി ഇരിക്കുന്ന പോലെ തോന്നും. കണ്ടോ, ഇത് മുറിക്കുമ്പോൾ തന്നെ താഴത്തേക്ക് ഒഴുകിപ്പോവും. കണ്ടോ, ഇത് കട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കളർ മനസ്സിലാവണേ. കണ്ടോ, റെഡ്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ജെല്ലായിരിക്കും ഇതിൽ. കണ്ടോ, ഒരുപാടുണ്ടാവും. മറ്റേതുപോലെ അല്ല, ഇങ്ങനെ മുറിക്കുമ്പോഴത്തേക്ക് ഒഴുകി നമുക്ക്
ഉണ്ടോ താഴേക്ക് പോകുന്ന പോലെ മറ്റതിനേക്കാളും കൂടുതൽ ജെല്ലുണ്ടാവും. വെള്ളം പോലെ കണ്ടോ, ഇത് കണ്ടോ. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ കളർ വരുന്നത്. കണ്ടോ, നമുക്ക് ഇതുപോലെ രണ്ടും ഒരുപോലെ തന്നെ തേക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനിയിപ്പോ റെഡ് അലോവേര ഇല്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ സാധാരണ അലോവേര അതും വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഈ വ്യത്യാസം എന്ന് പറയുന്നത് റെഡിൽ കുറെ ജെല്ലുണ്ടാവും. ഇത് എളുപ്പമൊന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് ഈ ജെല്ല് തീരുമ്പോൾ നമ്മളിങ്ങനെ നെക്കി 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 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടത് ഇതുപോലെ ഉപയോഗിക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ജെല്ലൊന്നും വേറെ തിരിച്ചെടുക്കണ്ട. ഉണ്ടോ, തലമുട്ടിയിലും തലമുടിയിലൊക്കെ തേക്കാം. നമുക്ക് ജെല്ല് പറ്റുന്നതനുസരിച്ച് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഈ അലോവേരയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് മുടി ധാരാളം ഉണ്ടാവും കേട്ടോ. ഫോളിക്സ് വികസിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് മുടി അതിൽ നിന്ന് വികസിച്ച ഫോളിക്കിൾസിലൂടെ ധാരാളം മുടി വളർന്നുകൊണ്ടിരിക്കും. കുഞ്ഞു കുഞ്ഞു മുടി വളരും. തിക്നെസ് ഉണ്ടാവും. മുടിയിൽ ഡ്രൈനെസ്സേ ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും നമുക്ക് മുടിയിൽ എന്തുണ്ടാവും, നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചു ഒലിവ് ഓയിൽ, ഹണി, മുടി ഓയിൽ ഉണ്ടാവുമെന്ന്. തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. ഒലിവ് ഓയിലിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും ഉപയോഗിച്ചാൽ കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണെന്നും. എന്നിട്ട് നമ്മളിങ്ങനെ തലോട്ടിലൊക്കെ മുഴുവനും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് തലമുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ നമുക്ക് 2 തവണയാണ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ 2 തവണ ചെയ്യാം കേട്ടോ. ഇതൊക്കെ എളുപ്പമൊന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ അത് സമയം ഇതിന് വേണ്ടി ചിലവാക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഈ ചൂട് കാലത്തും സൂപ്പറാണ്. ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒലിവ് ഓയിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. മുടിക്ക് നല്ല ബ്ലാക്ക് ആയിരിക്കും. ഈ ഒലിവ് ഓയിൽ മുക്കി ചെയ്യുമ്പോഴേ നമ്മൾ ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും മുടി കാണാൻ. കളറും നല്ല രസമായിരിക്കും. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ അപ്പോൾ എന്തെങ്കിലും TV കാണുമ്പോഴോ ഇതുപോലെ ഒരു പീസ് എടുക്കുക, ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിനായിട്ട് പ്രത്യേക സമയം നമുക്ക് വേസ്റ്റ് ചെയ്യണ്ടല്ലോ അല്ലേ. കണ്ടെത്തണ്ട. ഇങ്ങനെ ബാക്കിലും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക്. അപ്പോൾ പോകുന്നതനുസരിച്ച് നമ്മൾ ഒന്ന് കുത്തി 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 കുത്തി. ഇത് നമ്മൾ സാധാരണ തേക്കുന്നതാണ്. ഇനി നമ്മുടെ ഇതാണ് റെഡ്. റെഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം ജെല്ലുണ്ടാവും ഇതിൽ. ഇത് മുറിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ റെഡ് കളർ കാണുന്നത്. കണ്ടോ, കൂടി വന്നുണ്ടോ. ഞാൻ മുക്കി വയ്ക്കും തോറും അതിന്റെ കളർ വ്യത്യാസം കണ്ടോ, ഡാർക്കൺ ആയിട്ട് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മുറിച്ച ഭാഗം റെഡ് കളറായിട്ടിരിക്കും കേട്ടോ. ഇതുപോലെ ജെല്ല് ഒരുപാടുണ്ടാവും. വ്യത്യാസം അതാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ നമുക്ക് അങ്ങനെ തേച്ച് കൊടുക്കാം. താരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവില്ല, ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഡ്രൈനെസ് കൂടുമ്പോഴാണ് താരനും പ്രശ്നമാവുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു മസാജും കൂടിയാണ് അല്ലേ. ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണതെന്ന് കാണിച്ചു തരാണ്. ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണിക്കുന്നത്. കാരണം ഇത് ഞാൻ ഇതുപോലെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്ന നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. അലോവേര ഇനി കൂടുതൽ നമുക്ക് സമയം ചിലവാക്കും വേണ്ട. ഇതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്കിതിങ്ങനെ എടുത്തിട്ട് തേക്കാം. ജെല്ലി ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം എന്നില്ല കേട്ടോ. മുടിയുടെ തുമ്പ് വരെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിക്കാം.
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുമ്പോഴത്തേക്കും ജെല്ലുണ്ടാവും. തുമ്പ് വരെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ പറയാറുണ്ട്, ഇതിന് മുമ്പുള്ള ഇതിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ അലോവേര ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ തരിയൊക്കെ തലമുടിയിൽ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, ഇതുപോലെ തരി കണ്ടോ? അപ്പോൾ ആ തരി നമ്മൾ എടുത്ത് കളയേണ്ടി വരും കേട്ടോ. നല്ലോണം ഉണങ്ങുന്നതിന് മുമ്പ് വേണം ഈ തരിയൊക്കെ എടുത്ത് കളയാനായിട്ട്. അല്ലെങ്കിൽ ഇത് മുടിയായിട്ട് പിടിച്ചിരിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയുള്ള കണ്ടോ, തരി കണ്ടോ, ഇത് നമ്മൾ എടുത്ത് കളയണം. കാരണം അല്ലെങ്കിൽ എന്താ പറ്റുക, അത് ഉണങ്ങിയിരിക്കുമ്പോൾ മുടിയിലായിട്ട് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കത് എടുത്ത് കളയാനായിട്ട് വിഷമമായിരിക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്കിത് ഇതുപോലെ പെറുക്കി പെറുക്കി എടുത്ത് കളയാം. പെറുക്കി പെറുക്കി എടുത്ത് കളയാം. പിന്നെ മുടി ഒന്ന് ഉണങ്ങുമല്ലോ, വലിയുമല്ലോ. വലിഞ്ഞു കഴിയുമ്പോൾ പതുക്കെ നമുക്ക് പതുക്കെ പതുക്കെ കോമ്പ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് താഴത്തുനിന്ന് എടുത്ത് കളയാം. ഇത് നമുക്ക് ഇതുപോലെ വിടുത്തുമ്പോൾ മുടി നമ്മൾ ഇത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ മുടി വിടുത്തും കേട്ടോ. ഒന്നുണങ്ങി കഴിയുമ്പോൾ മുടി വിടുത്തുന്ന സമയത്ത് ഈ ജെല്ല്, ഈ പറ്റി പിടിച്ചിരിക്കുന്ന ജെല്ലെല്ലാം പൊക്കോളും. അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതിൽ നിന്ന് ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് അടിക്കാം, ജാറിലിട്ട് അടിച്ചിട്ട് അരിച്ചെടുക്കാം. തുണിയിലോ ഏതെങ്കിലും ഒരു അരിപ്പയിലോ ഒക്കെ അരിച്ച് കോട്ടൺ തുണിയിൽ അരിച്ചെടുത്താലാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് അപ്പം നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, തരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അതും കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഇതാണ് വെറൈറ്റി അലോവേര. തലയ്ക്കൊക്കെ നല്ല തണുപ്പായിരിക്കും ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ മുടി പതുക്കെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ, ഇപ്പോൾ വെള്ളം നനച്ച പോലെ ഇല്ലേ കണ്ടോ, മുടി നമ്മൾ കുളിച്ച പോലെ ഇല്ലേ കണ്ടോ. അപ്പോൾ ഇത് മുടി ഒന്ന് വലിയും. ഈ അലോവേര ജെല്ലൊക്കെ ഇരുന്ന് ഈ വലിഞ്ഞു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ വിരലിൽ നമ്മൾ വിടുത്താൻ മറക്കരുത് കേട്ടോ. വിടുത്തിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ജെല്ലൊക്കെ പറ്റിയിരുന്നാൽ നമുക്ക് എടുത്ത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. മുടിയിലും ഈ ജെല്ല് ഉണങ്ങി കഴിയുമ്പോൾ വേർതിരിച്ചെടുക്കുമ്പോൾ പിടിച്ചിരിക്കും മുടിമ പിടിച്ചിരിക്കും. ചിലപ്പോൾ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ബലം പിടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അധികം ഉണങ്ങുന്നതിന് മുമ്പ് ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മുടി വിടുത്തുന്ന സമയത്ത് അങ്ങനെയുള്ള തരിതരിയൊക്കെ പൊക്കോളും. ഇനി അതൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ് ഞാൻ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക, ജെല്ല് അരിച്ച് എടുക്കാം കേട്ടോ. അരച്ചിട്ട് അരിച്ച് എടുക്കാം, കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് തലോട്ടിലും എല്ലായിടവും തേക്കാം. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് തേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയാണ് എടുക്കുന്നതെങ്കിൽ, ഇങ്ങനെ പീസായിട്ട് എടുക്കുന്നതെങ്കിൽ ഒലിവ് ഓയിൽ മുക്കി 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 നമുക്ക് തേച്ചുകൊണ്ടിരിക്കാം. തേച്ച് കഴിയുമ്പോഴത്തേക്കും തലോട്ടിലൊക്കെ നല്ല നല്ല തണുപ്പായിരിക്കും കേട്ടോ. അതുപോലെ മുടി സിൽക്കി ആവും. നമുക്ക് തേച്ചാലും നമുക്ക് നിർത്താൻ തോന്നില്ല. ഇതിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. ഇങ്ങനെയാണ് ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് വീഡിയോസ് ഉണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട് അലോവേരയുടെ. അപ്പോൾ അത് നോക്കി ചെയ്യാം. ഇത് നല്ല റിസൾട്ട് ആയിരിക്കും, എല്ലാവരും ട്രൈ ചെയ്യാം. ഈ ചൂട് സമയങ്ങളിൽ നമുക്ക് ഇത് ആഴ്ചയിൽ 2-3 ദിവസം നമുക്ക് അപ്ലൈ പറ്റാവുന്നതാണ് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ചൂടിൽ നിന്നും നല്ല തണുപ്പായിരിക്കും. ചൂടിൽ നിന്ന് നമുക്ക് നമ്മുടെ തലവട്ടിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. തലവേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ചില സമയത്ത് ചൂട് സമയത്ത് ഈവനിങ് ടൈമിലൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, ചിലർക്ക് ഭയങ്കര തലവേദനയായിരിക്കും പകൽ മുഴുവനും ചൂട് കൊണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇതേപോലെയുള്ള തണുത്ത ടിപ്സും പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക്
തലവേദനയൊന്നും ഉണ്ടാവില്ല. മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ അലോവേര ജെല്ല് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇനി പോരായെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ പീസ് മുറിച്ചെടുക്കാം. ഉണ്ടോ, ഇതിൽ നിന്ന് പീസ് മുറിച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോൾ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം റെഡ് കളറാവും. ഈ വശം മുഴുവനും ഇരുന്നാണ് റെഡ് വരുന്നത്. അതാണ് നമുക്ക് റെഡ് കറ്റാർവാഴ തിരിച്ചറിയാനുള്ള മാർഗം. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ചെടിമേന്ന് കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നമ്മൾ ബ്ലഡ് ഇരിക്കുന്ന പോലെ, ഇങ്ങനെ ക്ലോട്ടിങ് ചെയ്ത് ഇരിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. കംപ്ലീറ്റ് ബ്ലഡിന്റെ കളറായിരിക്കും ആ മുറിച്ച ഭാഗത്ത് അലോവേര ചെടിയുടെ. ഞാനത് ഒരിക്കൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, മുറിച്ച ഭാഗം കേട്ടോ. അപ്പോൾ അപ്പോൾ റെഡ് കറ്റാർവാഴ എവിടെ കിട്ടും എന്നൊക്കെ ഓരോരുത്തർക്ക് സംശയമുണ്ട്. അത് ഈ ചെടികളുടെയൊക്കെ എക്സിബിഷൻ വരുന്ന സമയത്ത് ആയുർവേദ ചെടികളിലെ, കൂടുതലും ആയുർവേദ ചെടികളുടെയൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഉള്ള അവിടെ അന്വേഷിച്ച് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ മണ്ണുത്തിയിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഈ റെഡ് കറ്റാർവാഴ. റെഡ് കറ്റാർവാഴയ്ക്ക് നമ്മൾ സാധാരണ കറ്റാർവാഴയെക്കാളും വിലയുണ്ട് കേട്ടോ. ഞാനിത് ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡ് മേടിച്ചുകൊണ്ടെന്നാണ്. ഇതുപോലെ ഷോയ്ക്ക് പോയപ്പോൾ കണ്ടതാണ്. ഒരു കുഞ്ഞു പീസിന് 120 രൂപയാണ്. നമുക്ക് ഇവിടെ 30-60 രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഒരുവിധം പ്രായമായ പ്ലാന്റ് കിട്ടും. ഇത് കുഞ്ഞ്, അത് പിടിക്കുമെന്ന് പോലും സംശയമായിരുന്നു. കാരണം അത്രയ്ക്കും നല്ലൊരു മറ്റതുപോലെ അധികം കട്ടിയല്ലായിരുന്നു കുഞ്ഞില്. അപ്പം പിടിച്ച് കിട്ടുമോയെന്ന് പേടിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാണ്ട് പിടിച്ച് കിട്ടി. അതിൽ നിന്ന് വേറെ ആയിട്ടില്ല, ചെടികളൊന്നും ആയിട്ടില്ല കേട്ടോ. മറ്റേതാകുമ്പോൾ ഇങ്ങനെ ഒരുപാട് വേരിന്ന് കുറേ പിടിച്ച് വരും തണ്ടിന്നൊക്കെ. പക്ഷെ ഇതൊന്നും വന്നിട്ടില്ല. ആ നട്ട ഒറ്റ പ്ലാന്റ് ആണ് കേട്ടോ. അതിൽ ധാരാളം ലീഫ് ഉണ്ടാവുന്നുണ്ട്, വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവരും ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ മുടിയെ സംബന്ധിച്ചിട്ടൊക്കെ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരും സുഖമായിരിക്കട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.